നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സുപ്രീം കോടതി നിരീക്ഷണം തെറ്റിദ്ധാരണ നീക്കാൻ ശ്രമിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഉത്സവാന്തരീക്ഷത്തിൽ മടിക്കൈ പഞ്ചായത്ത് കെട്ടിട സമുച്ചയത്തിന് തറക്കല്ലിട്ടു. ഉയരുന്നത് 1.5 കോടി രൂപയുടെ കെട്ടിട സമുച്ചയം. ഇടതുപക്ഷം കേരളത്തിൽ ഹിന്ദുത്വ വിരുദ്ധ നയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് RSS നേതാവ് S. സേതുമാധവൻ. വിജയശക്തി സംഗമം കാസർഗോഡ് നടന്നു. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം തിരിച്ചറിയണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ. സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് നടന്നു. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം നടന്നു. ആവിക്കര കുളം ശുചീകരിക്കാൻ നാട്ടുകാരുടെ കൂട്ടായ്മ. കുളം നവീകരിക്കാൻ കർമ്മസമിതിയായി. വർണ്ണക്കാഴ്ചകൾ ഒരുക്കി കോട്ടച്ചേരി പട്ടറെ കന്നിരാശി വയനാട് കുലവൻ ദേവസ്ഥാനം കാഴ്ച സമർപ്പണ ഘോഷയാത്ര നടത്തി. വാർത്തകൾ വിശദമായി. തന്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് സുപ്രീം കോടതി പരാമർശം തടസ്സമാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. സുപ്രീം കോടതിയുടെ തെറ്റിദ്ധാരണ തിരുത്താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാമോയിൽ കേസിൽ സുപ്രീം കോടതിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുപ്രീം കോടതിയുടെ വിമർശനത്തിനെ പറ്റി നമ്മുടെ വക്കീലുമായിട്ട്, സുപ്രീം കോടതിയിലെ കേസ് കൈകാര്യം ചെയ്ത വക്കീലുമായിട്ട് ബന്ധപ്പെടാതെ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കില്ല. ബന്ധപ്പെടാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കിട്ടിയില്ല. ട്രിവാൻഡ്രം വിജിലൻസ് ജഡ്ജി മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കുറ്റകരമായ സമീപനം എടുത്തിട്ടുണ്ട് എന്ന് പരാമർശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും അത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തിയത്. അതിൽ കോടതിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വക്കീലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ചെയ്യുന്നതാണ്. തന്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് സുപ്രീം കോടതിയുടെ പരാമർശം തടസ്സമാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി ജഡ്ജിയുടെ പരാമർശം സുപ്രീം കോടതിയെ ധരിപ്പിക്കാനാണ് ശ്രമിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹിന്ദുവിരുദ്ധ നയങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കുന്ന നയമാണ് സംസ്ഥാനത്തെ ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്നതെന്ന് RSS നേതാവ് S. സേതുമാധവൻ പറഞ്ഞു. RSS കാസർഗോഡ് സംഘടിപ്പിച്ച വിജയശക്തി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞായറാഴ്ച വൈകിട്ട് വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ച വിജയസംഗമം RSSന്റെ കരുത്തും സംഘശക്തിയും തെളിയിക്കുന്നതായി മാറി. റവന്യൂ ജില്ലയിലെ 3 നഗരസഭകളിൽ നിന്നും 38 പഞ്ചായത്തുകളിൽ നിന്നുമായി 4 ലക്ഷത്തോളം പേരാണ് റൂട്ട് മാർച്ചിലും സംഗമത്തിലും പങ്കെടുത്തത്. 4-ാം മൈൽ, പുതിയ ബസ് സ്റ്റാൻഡ്, ഉളിയത്തടുക്ക, രാംദാസ് നഗർ എന്നിവിടങ്ങളിൽ നിന്ന് റൂട്ട് മാർച്ചായി നീങ്ങിയാണ് പ്രവർത്തകർ സംഗമവേദിയിലേക്ക് എത്തിയത്. ഉച്ചയ്ക്ക് മുമ്പായി തന്നെ വാഹനങ്ങളിൽ പദസഞ്ചലനങ്ങൾ ആരംഭിക്കുന്ന കേന്ദ്രങ്ങളിലെത്തിയ പ്രവർത്തകർ 2 മണിയോടെ സമ്മേളന നഗരിയിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു. കാക്കി ട്രൗസറും വെള്ള ഷർട്ടും തൊപ്പിയും ഷൂഷും ധരിച്ച് കയ്യിൽ മുളവടിയേന്തിയാണ് ബാൻഡ് സംഘങ്ങൾക്ക് പിന്നാലെ സ്വയം സേവകർ നീങ്ങിയത്.
ഉച്ചയ്ക്ക് 3 മണിയോടെ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ട് തിങ്ങി നിറഞ്ഞു. മാർച്ച് വീക്ഷിക്കാൻ നിരവധി ആളുകൾ തടിച്ചുകൂടി. പോലീസിന്റെ കനത്ത അകമ്പടിയും ഉണ്ടായിരുന്നു. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. സുരക്ഷാ നടപടികൾക്കായി കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി ഡിവൈഎസ്പിമാരുൾപ്പെടെ 638 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചത്. കോളേജ് ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ബ്രിഗേഡിയർ അയ്യൻറായ് മംഗളൂരു അധ്യക്ഷത വഹിച്ചു. മേജർ BA നഞ്ചപ്പ കൊടക്, അഖില ഭാരതീയ കാര്യകാരിണി സദസ്യർ എസ് സേതുമാധവൻ, കേരള പ്രാന്ത സഹ സംഘ് ചാലക് KK ബലറാം, വാമൻ ഷേണായി, ജില്ലാ സംഘ് ചാലക് ഗോപാലകൃഷ്ണ ഭട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു. ദേശീയ തലത്തിൽ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ റവന്യൂ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MM ഹസൻ. രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും പഠിപ്പിക്കുന്നതിന് ആരും എതിരല്ല. എന്നാൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും MM ഹസൻ പറഞ്ഞു. ദേശീയതലത്തിൽ വിദ്യാഭ്യാസ രംഗം വലിയ വെല്ലുവിളിയെയും അപകടങ്ങളെയും ഭീഷണികളെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം രാജ്യത്ത് മരുന്നായിട്ടുള്ള രാഷ്ട്രീയ മാറ്റം, ഭരണമാറ്റം, അത് രാജ്യത്ത് വലിയ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ, നമ്മുടെ ജനാധിപത്യത്തെ, എന്തിന് രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു ജീവിത സമത്വം സൃഷ്ടിക്കാനുള്ള സോഷ്യലിസത്തെ, ഇതിനെല്ലാം തകിടം മറിക്കാനുള്ള വലിയ അതിശക്തമായ വെല്ലുവിളികൾ ഉയരുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ റിപ്പബ്ലിക് ദിന ആഘോഷവേളയിൽ ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായി പുറപ്പെടുവിച്ച പരസ്യത്തിൽ രാഷ്ട്രത്തിന്റെ ഭരണഘടനയുടെ ആമുഖം അവർ പ്രസിദ്ധീകരിച്ചതിൽ മതേതരത്വവും സോഷ്യലിസവും എന്ന വാക്കുകൾ വിട്ടുപോയി, ബോധപൂർവമാണ് വിട്ടുപോയത് അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും രാജ്യത്തെ ചില സംഘടനകൾ പറഞ്ഞത് ബോധപൂർവമല്ലെങ്കിലും അത് വിട്ടുകളയേണ്ടതാണ്. കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി K നീലകണ്ഠൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് DV ബാലകൃഷ്ണൻ, അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ബാലകൃഷ്ണൻ, I ഹരിദാസ്, PK ചന്ദ്രശേഖരൻ, ബാബു കദളിമറ്റം, M കുഞ്ഞാമിന, ഖാലിദ് C പാലക്കി, സുരേഷ് പെരിയങ്ങാനം തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി P ശശിധരൻ സ്വാഗതവും സുരേന്ദ്രൻ ചീമേനി നന്ദിയും പറഞ്ഞു. മുക്കൂട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കെട്ടിടോദ്ഘാടനം നടന്നു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. കാത്തിരിപ്പിനൊടുവിൽ VS അച്യുതാനന്ദൻ മുക്കൂട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉദ്ഘാടനത്തിനായി എത്തി. ക്ലബ് കെട്ടിടം ഒരുക്കി സംഘാടകർ VS അച്യുതാനന്ദനെ ഉദ്ഘാടകനാക്കാനായി പരിശ്രമിച്ചിരുന്നു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ക്ലബ് കെട്ടിടം നാടിന് സമർപ്പിച്ചു. നിങ്ങളുടെ നേതാക്കന്മാർ ജില്ലാ സെക്രട്ടറി സതീഷ് ചന്ദ്രൻ വഴി എന്നെ ഒരു 4-5 പ്രാവശ്യം ഒരു പരിപാടിക്ക് വേണ്ടി സമീപിച്ചിരുന്നു എന്നത് ശരിയാണ്. മറ്റ് ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ കോൺഫറൻസുകൾ സംസ്ഥാനമാകെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൽ കണിശമായിട്ടും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, സെൻട്രൽ കമ്മിറ്റി മെമ്പർമാർ അതെല്ലാം പങ്കെടുക്കണമെന്ന് പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് നിശ്ചയിച്ചിരുന്നത് കൊണ്ട് അതിൽ പലതിലും എനിക്ക് ജില്ലാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ട് ആദ്യമെല്ലാം തന്നെ നിങ്ങളുടെ പ്രവർത്തകരോട് തീയതി കൊടുത്തെങ്കിലും വന്നു ചേരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഖേദപൂർവ്വം ഞാൻ അംഗീകരിക്കുന്നു. കെട്ടിടോദ്ഘാടന ചടങ്ങിൽ CPM ഏരിയ സെക്രട്ടറി M പൊക്ലൻ അധ്യക്ഷനായി. CPIM നേതാക്കളായ KP സതീഷ് ചന്ദ്രൻ, AK നാരായണൻ, K കുഞ്ഞിരാമൻ MLA, CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, VV രമേശൻ, A കൃഷ്ണൻ, M ബാലകൃഷ്ണൻ, O കൃഷ്ണൻ, K രാജേന്ദ്രൻ, KV കമലാക്ഷി, C രവി, KV കൃഷ്ണൻ, രവീന്ദ്രൻ, A നാരായണൻ, M കൃഷ്ണൻ, O ദീപുരാജ്, O മനോഹരൻ, V നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ O മോഹനൻ സ്വാഗതം പറഞ്ഞു. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. സംഘാടക സമിതി ഓഫീസ് തുറന്നു. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം ഫെബ്രുവരി 25 മുതൽ മാർച്ച് 1 വരെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വെച്ച് നടക്കും. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം K കുഞ്ഞിരാമൻ MLA നിർവഹിച്ചു. ഈ സംഘാടക സമിതിക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു ഓഫീസ് അത്യാവശ്യമാണ് നിങ്ങൾ കരുതിയിട്ടാണ്. ആ ഓഫീസിൻ്റെ ഔപചാരികമായ ചടങ്ങിനാണ്, ഒരു ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിനാണ് ഇന്നിവിടെ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സംഘാടക സമിതി ഓഫീസിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചാൽ ഞാൻ വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ A മുരളീധരൻ അധ്യക്ഷനായി.
വാസു ചോറോട്, KP ജയരാജൻ, മുഹമ്മദ് അസ്ലാം, ഡോക്ടർ P പ്രഭാകരൻ, ഖദീജത്ത് സുഹൈല തുടങ്ങിയവർ സംസാരിച്ചു. രജീഷ് വെള്ളാട്ട് സ്വാഗതവും ശ്യാംചന്ദ്രൻ നന്ദിയും പറഞ്ഞു. കേരള NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MK റഹ്മാനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പ്രകടനം നടത്തി. അധികാരികളുടെ മുൻപാകെ ധീരമായി വാദിച്ച അസോസിയേഷൻ നേതാവ് MK റഹ്മാൻ നേതാവിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിക്കുക ജീവനക്കാരെ NGOയെ സിന്ദാബാദ്. സ്വാഭാവികമായും പൊതുഭരണ വകുപ്പ് എന്നുള്ള നിലയിൽ റവന്യൂ വകുപ്പിലെ ജീവനക്കാരെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം കലക്ടറേറ്റിലെ ജീവനക്കാർ കഴിഞ്ഞ 1-2 മാസക്കാലമായി ഇതിനുവേണ്ടി അഹോരാത്രം പാടുപെടുകയാണ്. അവിടെ ജില്ലാ കളക്ടറായിരിക്കുന്ന ഈ ബിജു പ്രഭാകർ എന്നുള്ള ഒരു IAS ഉദ്യോഗസ്ഥനാണ്. പൊതുവെ റവന്യൂവിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ആകുന്നതിന് മുമ്പേ തന്നെ പല വകുപ്പുകളിലും ജീവനക്കാരുടെ പ്രതിഷേധത്തിന് അല്ലെങ്കിൽ ജീവനക്കാർക്ക് വളരെയധികം ദ്രോഹങ്ങൾ ചെയ്ത ഒരു അധികാരിയാണ് ബിജു പ്രഭാകർ. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രകടനത്തിന് PV രമേശൻ, MV രാജഗോപാൽ, സുജിത് കുമാർ, V ദാമോദരൻ, VV സുകുമാരൻ, MP കുഞ്ഞിമൊയ്തീൻ, കൊളത്തൂർ നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ലോട്ടറി ബന്ദ് ആചരിച്ചു. സമരത്തിന്റെ ഭാഗമായി ജില്ലയിലും ലോട്ടറി സ്റ്റാളുകൾ അടച്ചിട്ട് ഏജന്റുമാർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. സേവന നികുതി പിൻവലിക്കുക, സമ്മാനഘടന പരിഷ്കരിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ലോട്ടറി ബന്ദ് ആചരിച്ചത്. CITU, AITUC, INTUC, KTUC, KLVSU തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു സമരം. സമരത്തിന്റെ ഭാഗമായി കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടന്ന പ്രകടനത്തിൽ നിരവധി ഏജന്റുമാർ സംബന്ധിച്ചു. പ്രകടനത്തിന് ശേഷം നടന്ന ധർണ ലോട്ടറി ട്രേഡേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി V ബാലൻ ഉദ്ഘാടനം ചെയ്തു. 15 കോടി രൂപയിലധികം സാമ്പത്തിക നഷ്ടം വരുന്ന, ഞങ്ങളൊന്നും ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു സമരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. 15 കോടി ഉറപ്പിക ഈ കേരളത്തിന് നഷ്ടം വരണം എന്നൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങൾ ഒരുപാട് കാലമായി ഈ 3 കേന്ദ്ര മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരുപാട് സമരങ്ങളും നിവേദനങ്ങളും പ്രസ്താവനകളും കൺവെൻഷനിലൊക്കെ ചേർന്നിട്ടുണ്ട്. എന്നാൽ ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ് അത് നടപ്പിലാക്കാനോ അല്ലെങ്കിൽ അത് പാലിക്കാനോ യാതൊരുവിധ സമീപനം എടുത്തിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. KM ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. P പ്രഭാകരൻ, T കൃഷ്ണൻ, A ദാമോദരൻ, മധുസൂദനൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. ഉദയനഗർ ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം. ആദ്യകാല അധ്യാപകർക്ക് ആദരം. ഗ്രാമത്തിന് അറിവിന്റെ വെളിച്ചം പകർന്ന ആദ്യകാല ഗുരുനാഥന്മാരെ ആദരിച്ചു. പുല്ലൂർ ഉദയനഗർ ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. വിവിധ കാലഘട്ടങ്ങളിൽ സ്കൂളിൽ അധ്യയനം നടത്തിയ അധ്യാപകരുടെ സംഗമത്തിന് സ്കൂൾ വേദിയായി. സ്കൂളിലെ ആദ്യകാല പ്രധാന അധ്യാപകൻ B വസന്തഷണായി, KO ഏലിക്കുട്ടി, P നാരായണൻ, MT ജോസ്, സിസ്റ്റർ ഗ്രേസിക്കുട്ടി, സിസ്റ്റർ ലിസി, KJ ഗ്രേസി ജോസഫ്, സത്യനാരായണൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഗുരുവന്ദനം പരിപാടി കണ്ണൂർ സർവകലാശാല നീലേശ്വരം കാസർഗോഡ് ഡയറക്ടർ ഡോക്ടർ AM ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിനോട് ചേർന്നിരിക്കുന്നത് ഉപനിഷത്ത് എന്നൊക്കെ നാം പറയാറുണ്ടല്ലോ, അടുത്ത് ഇരിക്കുക, ചേർന്നിരിക്കുക. അടുത്തിരിക്കുമ്പോൾ ലഭിക്കുന്ന അറിവിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സൂക്ഷ്മ രശ്മികളുടെ പ്രവാഹം ഞാൻ അറിയും. പല മേഖലകളിലും ഒന്നിച്ച് പ്രവർത്തിച്ച മറ്റൊരാൾ കൂടി ഇവിടെയുണ്ട്, ശ്രീ നാരായണൻ മാസ്റ്റർ. ഫാദർ ജോസഫ് വള്ളിക്കുന്നിൽ അധ്യാപകരെ പൊന്നാടി അണിയിച്ചു. പ്രധാന അധ്യാപകൻ ബെന്നി ഫ്രാൻസിസ് അധ്യക്ഷനായി. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ A കുഞ്ഞമ്പു എമ്പ്രാന്തിരി, ഈശ്വരൻ എമ്പ്രാന്തിരി, പ്രൊഫസർ മാധവൻ നമ്പ്യാർ, K വേണുഗോപാലൻ, T മാധവൻ, MV പത്മനാഭൻ, P ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. പ്രമോദ് P സബാൻ സ്വാഗതവും
ബിന്ദു ടീച്ചർ നന്ദിയും പറഞ്ഞു. ബാബുൽ സംഗീത ലഹരിയിൽ ഒരു രാവ്. കലാപ്രതിഭകൾ കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ലേറ്റസ്റ്റ് ഒരുക്കിയ സാംസ്കാരികോത്സവം ശ്രദ്ധേയമായി. ജില്ലയിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തകരെയും സമൂഹത്തിലെ നാനാതുറകളിലുള്ളവരെയും സാക്ഷിയാക്കിക്കൊണ്ട് കാഞ്ഞങ്ങാട്ട് ലേറ്റസ്റ്റ് സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു. പടന്നക്കാട് ബേക്കർ ക്ലബ്ബിൽ നടന്ന സാംസ്കാരികോത്സവത്തിൽ തൃക്കരിപ്പൂർ MLA കെ കുഞ്ഞിരാമനെയും മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ദിവ്യയെയും ആദരിച്ചു. സാംസ്കാരികോത്സവം കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. ലേറ്റസ്റ്റ് പത്രം സംഘടിപ്പിക്കുക നമ്മുടെ എല്ലാം മനസ്സിൽ നിന്നും ഇന്നും മാഞ്ഞു പോകാത്ത രീതിയിൽ അത്രയും പ്രോജ്വലമായിരുന്നു, അത്രയും ഹൃദ്യമായിരുന്നു ആ സാംസ്കാരികോത്സവം. ഇത്തവണ 2 സ്ഥലങ്ങളിലായിട്ടാണ് ഈ സാംസ്കാരികോത്സവം. ഒന്നിവിടെ കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഈ ഹാളിൽ വെച്ച്, മറ്റൊന്ന് നാളെ അവിടെ ഉദുമയിലെ പാലക്കുന്നിൽ വെച്ച്. ഈ സാംസ്കാരികോത്സവം ജനങ്ങളെല്ലാം ഉറ്റുനോക്കുകയാണ്. ലേറ്റസ്റ്റ് മാനേജിംഗ് എഡിറ്റർ അരവിന്ദൻ മാണിക്കോത്ത് അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ കെ ദിവ്യ, കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട്, മുൻ DYSP P ഹബീബ് റഹ്മാൻ, അഡ്വക്കേറ്റ് TK സുധാകരൻ, VV രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാനതല മത്സര വിജയികളായവരുടെ കലാപ്രകടനങ്ങളും അരങ്ങേറി. ആസ്വാദകരുടെ മനം കുളിർപ്പിച്ചുകൊണ്ട് ബാബുൽ സംഗീതമഴയും അരങ്ങേറി. ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ കുറിച്ച് ഫെബ്രുവരി 4-ന് കാഞ്ഞങ്ങാട്ട് സെമിനാർ സംഘടിപ്പിക്കും. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കാഞ്ഞങ്ങാട് ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് സെമിനാർ നടക്കുക. കാഞ്ഞങ്ങാട് ഹോട്ടൽ നവറംഗ് റെസിഡൻസിയിൽ ഫെബ്രുവരി 4-ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സെമിനാറിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന വിഷയത്തിൽ ഡോക്ടർ തോമസ് ജോസഫ് തുങ്കുഴി ക്ലാസ് എടുക്കും. സബ് കളക്ടർ കെ ജീവൻ ബാബു മുഖ്യാതിഥിയായിരിക്കുമെന്നും നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കാഞ്ഞങ്ങാട് ചാപ്റ്റർ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കാഞ്ഞങ്ങാട് യൂണിറ്റ് ഇതപ്രദമായിട്ട് ഒരു സെമിനാർ ഓൺ ഗുഡ് സർവീസ് ടാക്സ്, അതാണ് നമ്മുടെ 4-ാം തീയതി വൈകുന്നേരം 4:30 മണിക്ക് ഡോക്ടർ തോമസ് ജോസഫ് തൂങ്കുഴി, അദ്ദേഹം അസോസിയേറ്റ് പ്രൊഫസർ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, ട്രിവാൻഡ്രം. കേരളത്തിലും അതുപോലെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ടാക്സ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് ഈ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡീസാണ്. അത് ടാക്സേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെമി ഗവൺമെന്റ്, അർദ്ധ ഗവൺമെന്റ് സ്ഥാപനം, സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെയും പ്രാതിനിധ്യത്തോടു കൂടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. വാർത്താ സമ്മേളനത്തിൽ NMCC കാഞ്ഞങ്ങാട് യൂണിറ്റ് ചെയർമാൻ K ജനാർദ്ദനൻ, വൈസ് ചെയർമാൻ KR ബൽരാജ്, M അരുൺ, ഗണേഷ് നായിക്, N സുരേഷ് എന്നിവർ സംബന്ധിച്ചു. ഖാദി സിൽക്ക് മേള ഫെബ്രുവരി 4 മുതൽ 14 വരെ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടക്കും. കണ്ണൂർ സർവോദയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഖാദി സിൽക്ക് മേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ നിർവഹിക്കും. ആദ്യ വിൽപ്പന നഗരസഭാ കൗൺസിലർ വജ്രേശ്വരി ഐശ്വര്യ എന്റർപ്രൈസസ് പ്രൊപ്പറേറ്റർ കുമാരന് നൽകി നിർവഹിക്കും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ ഇനം കോട്ടൺ, സിൽക്ക് സാരികൾ, ശുദ്ധമായ തേൻ, എള്ളെണ്ണ, വിവിധ ഇനം സോപ്പുകൾ, ശുദ്ധമായ ഉന്നത്തിൽ നിർമ്മിച്ച കിടക്കകൾ, തലയണകൾ, ചൂരൽ കസേരകൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ, മറ്റനേകം ചെറുകിട വ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവ മേളയിൽ ലഭ്യമാക്കുമെന്നും സംഘാടകർ പറഞ്ഞു. എക്സിബിഷൻ കാലയളവിൽ ഖാദി സിൽക്സ് എന്നിവയ്ക്ക് 30% ഗവൺമെന്റ് സ്പെഷ്യൽ റിബേറ്റും പോളി വസ്ത്രങ്ങൾക്ക് 20% സ്പെഷ്യൽ ഗവൺമെന്റ് റിബേറ്റും ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഈ വർഷം കാഞ്ഞങ്ങാട് വ്യാപാര മേളയിൽ വെച്ച് നടത്തുന്ന ഖാദി മേളയിൽ ഖാദി സിൽക്ക് ഐറ്റംസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നത്. ഏകദേശം 1 കോടി രൂപയുടെ വിൽപ്പന പ്രതീക്ഷിച്ചാണ് ഇന്ന് വ്യാപാരമേള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഖാദി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ മേള നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ AP സുരേശൻ, VN രവീന്ദ്രൻ, PP പ്രസാദ്, K നളിനാക്ഷൻ എന്നിവർ സംബന്ധിച്ചു. ആവിക്കര കുളം നവീകരിക്കാൻ നാട്ടുകാർ കൈകോർക്കുന്നു.
കുളം നവീകരണത്തിനായി കർമ്മസമിതി രൂപീകരിച്ചു. 100 വർഷത്തിലേറെ പഴക്കമുള്ള കുളത്തിന്റെ നവീകരണത്തിലൂടെ കൃഷിക്ക് പ്രയോജനപ്പെടുത്താനാണ് തീരുമാനം. കുളം നവീകരണത്തിനായി നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ചു. നാടിനെ പ്രയോജനപ്പെടുത്തും വിധം കുളത്തിന്റെ പുനരുജ്ജീവനം സാധ്യമാക്കാനാണ് പദ്ധതി ഒരുക്കുന്നത്. കുളം നവീകരണത്തിനായി രൂപീകരിച്ച കർമ്മസമിതിയുടെ ചെയർമാനായി ചന്ദ്രൻ ബെൻസിനെയും കണ്ണൻ കുഞ്ഞിയെ കൺവീനറായും തെരഞ്ഞെടുത്തു. സുകുമാരൻ ഗാർഡർ വളപ്പിനെ ജോയിന്റ് കൺവീനറായും കൃഷ്ണൻ മച്ചാത്തിയെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. പ്രവർത്തനങ്ങൾക്ക് വേണു ഗാർഡർ വളപ്പ്, അഭിലാഷ്, അഡ്വക്കേറ്റ് ഗോപി കോട്ടച്ചേരി, ലീല ആവിക്കര തുടങ്ങിയവർ നേതൃത്വമേകി. വളരെ പ്രയോജനകരമാക്കേണ്ടിയിരുന്ന ഈ കുളം ഈ ജീർണാവസ്ഥയിൽ ഉണ്ടായത് ഇപ്പോൾ അത് ശുചീകരിച്ചുകൊണ്ട് നീർത്തട സംരക്ഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത് ഈ നാട്ടിലെ ജനങ്ങൾ ഒരു സമിതി ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ ശുചീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ UNOൻ്റെ നീർത്തട വർഷമാണ്. ഫെബ്രുവരി 2-ാം തീയതി നീർത്തട ദിനമായി ആചരിക്കുകയുമാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ കുള സംരക്ഷണ സമിതി ഈ കുളം നവീകരിച്ച് നാട്ടുകാർക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ഇത് നിർമ്മിക്കാനാണ് ഇതിൻ്റെ പരിപാടി. ഭാവിയിൽ ഇതിനെ കൽപ്പടവുകളെല്ലാം കെട്ടി നല്ലൊരു കുളമാക്കി ഇതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. SNDP യോഗം പൂടങ്കല്ലടുക്കം ശാഖ വാർഷികോത്സവം നടന്നു. ആദ്യകാല അംഗങ്ങൾക്ക് ആദരം. SNDP യോഗം പൂടങ്കല്ലടുക്കം ശാഖ വാർഷിക പൊതുയോഗം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ചടങ്ങിൽ ആദ്യകാല അംഗങ്ങളെ ആദരിച്ചു. SNDP വാർഷിക പൊതുയോഗം ഹൊസ്ദുർഗ് യൂണിയൻ പ്രസിഡന്റ് K. കുമാരൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടുകൂടി ഇവിടെ കൊണ്ടാടുകയാണ്. ചുരുങ്ങിയ SNDPയുടെ പ്രവർത്തന കാലയളവ് പരിശോധിക്കണം. വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം, 4 വർഷം തന്നെ. എന്നാലും അടിക്കടി നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ശാഖയായി പൂടങ്കല്ലടുക്കം ശാഖ മാറിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തകരുടെയും അടുക്കം ചുറ്റുമുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇത് നിങ്ങൾക്ക് തുടർച്ചയായി കൊണ്ടാടുവാനും വിവിധ പരിപാടികൾ ഓരോ കൊല്ലത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് വിജയിപ്പിക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ വൈസ് പ്രസിഡന്റ് തെങ്ങും തൈയാണ്, കാർഷിക മേഖലയാണ് ഇത് മുതൽ. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ തെങ്ങും തൈ വിതരണം ചെയ്തുകൊണ്ടാണ് പരിപാടി ഇതാക്കി. ഇപ്പം നേരത്തെ നമ്മളെ ശാഖാ പ്രസിഡന്റ് K. V. സുകുമാരൻ അധ്യക്ഷനായി. ആദ്യകാല അംഗങ്ങളായ K. കുഞ്ഞിരാമൻ, K. ദാമോദരൻ, N. ഭാസ്കരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഹൊസ്ദുർഗ് യൂണിയൻ സെക്രട്ടറി P. V. വേണുഗോപാലൻ ആദ്യകാല അംഗങ്ങളെ ആദരിക്കുകയുണ്ടായി. സ്വാമി പ്രേമാനന്ദ മുഖ്യപ്രഭാഷണം നടത്തി. ശാന്താകൃഷ്ണൻ, ശശീന്ദ്രൻ, അമ്പാടി, തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. കരുണാകരൻ പ്ലാപ്പാടി സ്വാഗതവും N. ഭാസ്കരൻ നന്ദിയും പറഞ്ഞു. കിഴക്കൻകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് തിരക്കേറി. കോട്ടച്ചേരി പട്ടറെ കന്നിരാശി വയനാട്ടുകുലവൻ ദേവസ്ഥാനം കാഴ്ചാ സമർപ്പണ ഘോഷയാത്രയും നടന്നു. വിസ്മയ കാഴ്ചകളും കാഴ്ചാദ്രവ്യങ്ങളുമായി കോട്ടച്ചേരി പട്ടറെ കന്നിരാശി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തു നിന്നും കാഴ്ചാ സമർപ്പണ ഘോഷയാത്ര നടന്നു. 100 കണക്കിന് ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ കരകാട്ടം, മയിലാട്ടം, അമ്മൻകുടം തുടങ്ങിയ നൃത്തരൂപങ്ങളും വേഷങ്ങളും കൊഴുപ്പേകി. കാഴ്ചയ്ക്ക് കൊഴുപ്പേകാൻ വൈവിധ്യമാർന്ന വേഷങ്ങളും എത്തിയിരുന്നു. സുരസയ്ക്ക് മുന്നിൽ പെരുവിരലോളം ചെറുതായി സുരസയുടെ പിളർന്ന വായിലൂടെ കടന്ന് ചെവിയിലൂടെ പുറത്തു വന്നു ഹനുമാൻ. ഇത് ക്ഷോഭിപ്പിക്കും
കേൾക്കാത്തതാം വാക്യം സത്യം ഹിതകരം പ്രിയം പഠനം ചെയ്യും ദേവലോകത്തിന്റെ രക്ഷകനായി പാർവതി പരമേശ്വര ഭരണയിൽ സംഭവം 6 മുഖമുള്ള ബാലൻ കാർത്തികേയൻ താലപ്പിലിയേന്തിയ ബാലികമാരും മുത്തുകുടകളും ഘോഷയാത്രയിൽ അണിനിരന്നു. ചെണ്ടമേളവും മറ്റ് വാദ്യങ്ങളും ഘോഷയാത്രയിൽ ആകർഷകമായി. കാഴ്ച കാണാൻ ആയിരങ്ങളാണ് എത്തിയത്. ഘോഷയാത്ര നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും പുറപ്പെട്ട് നഗരപ്രദക്ഷിണം നടത്തി കിഴക്കങ്കര പുള്ളിക്കരിങ്ങാളിയമ്മ ദേവസ്ഥാനത്ത് സമാപിച്ചു. കാഞ്ഞങ്ങാട് റെയിൽവേ ശ്രീമുത്തപ്പൻ പുനഃപ്രതിഷ്ഠ തിരുവപ്പന മഹോത്സവം മാർച്ച് 18-19 തീയതികളിൽ നടക്കും. ഫണ്ട് ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് റെയിൽവേ മുത്തപ്പൻ പുനഃപ്രതിഷ്ഠ തിരുവപ്പന വെള്ളാട്ട മഹോത്സവം മാർച്ച് 18-19 തീയതികളിൽ നടക്കും. ആദ്യ ഫണ്ട് ശേഖരണോദ്ഘാടനം നടന്നു. ചടങ്ങിൽ ജാനകി, രാജഗോപാൽ, ബാബു കോവൽ, ശിവരാജ്, വിട്ടൽ നായിക്ക്, ശിവദത്ത്, ചന്ദ്രൻ കാർഡുവളപ്പ്, CV സുധാകരൻ, രവി കോവൽ, K പത്മനാഭൻ, ദാമു ആവിക്കര, MT കൃഷ്ണകുമാർ തുടങ്ങിയവരിൽ നിന്നും ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങുകയുണ്ടായി. മടപ്പുരയിലെ മടയൻ രവി മടയൻ ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. നെല്ലിക്കാട്ട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ഒറ്റക്കോല മഹോത്സവത്തിന് അടയാളം കൊടുത്തു. ഏപ്രിൽ 25-26 തീയതികളിലായാണ് ഒറ്റക്കോല മഹോത്സവം നടക്കുന്നത്. നെല്ലിക്കാട്ട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തെ ഒറ്റക്കോല മഹോത്സവം ഏപ്രിൽ 25-26 തീയതികളിൽ നടക്കും. അടയാളം കൊടുക്കൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ക്ഷേത്രസ്ഥാനികൻ M നാരായണനിൽ നിന്നും കലയക്കാരൻ നാരായണനും നെല്ലിക്കാട്ട് രാജൻ പണിക്കരും അടയാളം സ്വീകരിച്ചു. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ, കൺവീനർ രാജൻ അപ്പാട്ടി, കണ്ണൻ അപ്പാട്ടി, KV രാമകൃഷ്ണൻ, അജയകുമാർ നെല്ലിക്കാട്ട്, പരമേശ്വരൻ, വിജയൻ നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊളവയൽ മുട്ടന്തലക്കണ്ടി മുത്തപ്പൻ മടപ്പുരയും മലബാർ ക്യാൻസർ സെന്ററും സംയുക്തമായി ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിവിധ ക്ലബ്ബുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊളവയൽ മുട്ടുന്തലക്കണ്ടി, മുത്തപ്പൻ മടപ്പുര, മലബാർ ക്യാൻസർ സെന്റർ എന്നിവയുടെ നേതൃത്വത്തിലാണ് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. മടപ്പുര പരിസരത്ത് നടന്ന ക്ലാസ്സിൽ നിരവധി പേർ പങ്കെടുത്തു. വിവിധതരം ക്യാൻസറുകളെ കുറിച്ച്, പ്രതിരോധ നടപടികളെ കുറിച്ചുമാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ആണ്ടുകളിലാണ് ആദ്യമായിട്ട് പുകയില നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. നമ്മൾ പലർക്കും ഒരു ധാരണയുണ്ട്, ലോകം ആരംഭിച്ച കാലം തൊട്ടേ കേരളത്തിലും ഇന്ത്യയിലും ആളുകൾ പുകയില ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. നമ്മുടെ ജീവിത രീതിയുടെ ഒരു ഭാഗമാണ് ഈ പുകയില ഉപയോഗ രീതി എന്നൊക്കെ ആളുകൾ ചിന്തിച്ചു വരാറുണ്ട്. പക്ഷെ തികച്ചും അബദ്ധമായ ഒരു ധാരണയാണിത്. ബ്രിട്ടീഷ്, പോർച്ചുഗീസ്, സ്പാനിഷ് ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ അധിനിവേശം നടത്തുവാൻ വന്ന കാലഘട്ടത്തിൽ അവർ കൊണ്ടുവന്ന് ഇവിടെ നട്ട ചെടിയാണ് പുകയില ചെടി. അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പഴമക്കാർ പണ്ടേ ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ന ഒരു ന്യായം പറഞ്ഞ് ആരും അത് ഉപയോഗിക്കേണ്ടതില്ല. മറിച്ച് ഈ സാധനം നമ്മുടെ നാട്ടിൽ 17-18 നൂറ്റാണ്ടിൽ വരികയും തുടർന്ന് ആളുകൾ അത് വ്യാപകമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു.
എന്തുകൊണ്ടാണ് ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത്? എന്തുകൊണ്ടാണ്? നിങ്ങളൊക്കെ പലതരം ഇലകൾ കഴിക്കുന്നവരാണ്, ചീരയിലയും മുരിങ്ങയിലയും ഒക്കെ. ഒരു പുകയിലേക്കാൾ രുചിയുള്ള ഇലയാണ് ചീരയിലയും മുരിങ്ങയിലയും. 2ഉം 3ഉം ഉപയോഗിച്ച ആളുകൾക്ക് അറിയാം, ഇല്ലേ? ചീരയിലേക്കാൾ രുചിയുണ്ടോ പുകയിലേക്ക്? ഒരിക്കലുമില്ല. പക്ഷെ ചവർപ്പുള്ള ഈ പുകയില രുചിയുള്ള ചീരയിലേക്കാൾ കൂടുതലായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത് എന്തുകൊണ്ടാണ്? പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുപ്രീം കോടതി നിരീക്ഷണം തെറ്റിദ്ധാരണ നീക്കാൻ ശ്രമിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഉത്സവാന്തരീക്ഷത്തിൽ മടിക്കൈ പഞ്ചായത്ത് കെട്ടിട സമുച്ചയത്തിന് തറക്കല്ലിട്ടു. ഉയരുന്നത് 1.5 കോടി രൂപയുടെ കെട്ടിട സമുച്ചയം. ഇടതുപക്ഷം കേരളത്തിൽ ഹിന്ദുത്വ വിരുദ്ധ നയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് RSS നേതാവ് S. സേതുമാധവൻ. വിജയശക്തി സംഗമം കാസർഗോഡ് നടന്നു. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം തിരിച്ചറിയണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ. സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് നടന്നു. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം നടന്നു. ആവിക്കര കുളം ശുചീകരിക്കാൻ നാട്ടുകാരുടെ കൂട്ടായ്മ. കുളം നവീകരിക്കാൻ കർമ്മസമിതിയായി. വർണ്ണക്കാഴ്ചകൾ ഒരുക്കി കോട്ടച്ചേരി പട്ടറെ കന്നിരാശി വയനാട് കുലവൻ ദേവസ്ഥാനം കാഴ്ച സമർപ്പണ ഘോഷയാത്ര നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.